നമ്മുടെ മലബാറുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമല്ലേ തെയ്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും തെയ്യം ഇഷ്ടമാണ്. ഇത് ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രമാണ്, ശ്രീ നെടുങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രം. അവിടെ വിഷുവിനായിരുന്നു തുടങ്ങിയത്. 4 ദിവസത്തെ പരിപാടിയായിരുന്നു. ഇന്നലത്തോടെ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തെയ്യങ്ങളുണ്ട്, ഒത്തിരി ഉണ്ട്. അതെല്ലാം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ലോങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള കുറച്ച് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തെയ്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് അല്ലേ. എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് നമ്മുടെ തെയ്യം എന്ന് പറയുന്നത്. തെയ്യങ്ങളുടെ എന്താ പറയുക, മേക്കപ്പ് കാര്യങ്ങൾ, നമ്മുടെ ചുവന്ന ചായങ്ങളും വസ്ത്രങ്ങളും എല്ലാം അണിഞ്ഞ് അവർ നമ്മുടെ മുമ്പിൽ നിറഞ്ഞാടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീലില്ലേ, അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ തന്നെ പറ്റില്ല. അത് നമ്മളെ കണ്ട് തന്നെ നമ്മൾ അത് മനസ്സിലാക്കണം. അത്രയ്ക്ക് രസമായിട്ടല്ലേ അവർ കളിക്കുക. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ചെണ്ടമേളം, ആ ചെണ്ടമേളത്തിനനുസരിച്ച് അവരുടെ ചുവടുകളും കൂടി ആകുമ്പോൾ അത് പിന്നെ കളറായി. ഇപ്പോഴത്തെ തെയ്യങ്ങൾ പിന്നെ നമ്മുടെ എന്താ പറയുക, ട്രെൻഡിനനുസരിച്ചാണല്ലോ ചുവട് വയ്ക്കുന്നത്. നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ പറ്റിയ ഒരു ടൈപ്പ് തെയ്യങ്ങളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇതിലുള്ളത്. അപ്പോൾ ഇതാ ഈ വരുന്നതും പിന്നെ വേറൊരു തെയ്യം കൂടിയുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഇവിടുത്തെ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു തെയ്യമാണ് നമ്മുടെ വസൂരിമാലയും പിന്നെ പൂതിയും. ഇവർ മാത്രമല്ല, ഇവരുടെ ഇടയിൽ വേറൊരാൾ കൂടിയുണ്ട്, നമ്മുടെ സ്വന്തം കണ്ടാർണൻ ഇല്ലെങ്കിൽ ഇവരുടെ ഈ കോംബോ പൂർത്തിയായില്ല. കാരണം കണ്ടാർണനാണ് ഇവരുടെ ഇടയിലെ ഒരു കോമഡി താരം എന്ന് തന്നെ പറയാം. ഇവർ 3 പേരും കൂടി ചേർന്നാൽ പിന്നെ ഒരു രക്ഷയില്ല, പൊളിയാണ്. അങ്ങനെ അവരുടെ ആ കോംബോ അതിൽ എവിടെയോ കാണണം. അവർ 3 പേരും കൂടി നമ്മുടെ ഇടയിലൊക്കെ വന്നിരുന്നിട്ട് എന്താ കണ്ടില്ലേ, 3 പേരും കൂടി നല്ല ഫോട്ടോയൊക്കെ പോസ് ചെയ്ത പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഇത്തവണത്തെ ഞങ്ങളുടെ ഇത്ര മഹോത്സവം നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള ഒരു നീണ്ട ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവതിയുടെ തിരുമുടി എഴുന്നള്ളത്താണ്. അത് നമ്മുടെ എന്താ പറയുക, വലിയ മുടിയാണ്. അതും കൊണ്ട് വരുന്നൊരു വരവുണ്ട്. നമുക്ക് അതാണ് നമ്മുടെ ഭഗവതിയുടെ ആ മുടിയും വഹിച്ചുള്ള ആ ഒരു വരവ് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു നെഞ്ചിടിപ്പോടെ അല്ലാതെ നമുക്കത് കാണാനാവില്ല. അപ്പോൾ എന്താ പറയുക, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വർഷത്തേക്കുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ